ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു സ്നാക്ക് എന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുള്ള എല്ലാവർക്കും പരിചിതമായ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാഗിയാണ്. മാഗി വടയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാഗി ജസ്റ്റ് ഒന്ന് കൈവച്ച് നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഒരുപാട് ചെറിയ പീസ് ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ മാഗി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു 3/4 വേവ് ലെവലിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. സാധാരണ നമ്മൾ മാഗി വേവിക്കണം അത്രയും ഫുള്ള് വേവായി എടുക്കണ്ട. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3/4 വേവിലെടുക്കുക വേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മാഗിയുടെ കൂടെ ഉണ്ടാവുന്ന മസാല പാക്കറ്റ് ഉണ്ടല്ലോ, ആ പാക്കറ്റും കൂടെ ആ മസാലയും കൂടെ അതിലേക്ക് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം ഫുള്ള് വേവാവരുത്. അപ്പോൾ പിന്നെ നമ്മളിത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റായി പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 3/4 വേവിൽ നമുക്ക് എടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവോള, ഒരു പച്ചമുളക്, ഒരല്പം മല്ലിയില, ഒരു പീസ് ക്യാബേജ്. അപ്പോൾ പച്ചമുളക് ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തീരെ എരിവില്ല, പിന്നെ ഒരുപാട് എരിവ് ആവശ്യമുള്ളവർക്ക് 2 എണ്ണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ സവോളയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സവോള ചേർത്താൽ മതിയാവും. അപ്പോൾ നല്ല പൊടിയായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനി നമ്മൾ ഗ്രേറ്റർ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ടറില്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കനം കുറച്ചിട്ട് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാഗി ഒന്ന് അതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം. അതല്ല വെച്ചെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിച്ച് പോകും. മാഗി വേവാൻ പിന്നെ അധികം സമയമൊന്നും ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ക്യാബേജും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ക്യാബേജ് ഞാൻ നേരത്തെ കാണിച്ച അത്രയും വലിയൊരു പീസ് എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. കാരണം അത് കട്ട് ചെയ്തിട്ട് വന്ന് നോക്കുമ്പോൾ അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ നമുക്ക് പകുതി മതിയെന്ന് വിചാരിച്ചു. നല്ല നൈസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പച്ചമുളകും മല്ലിയിലയും കൂടെ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ മല്ലിയില ഇല്ലാതെ കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല, വേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് നമ്മൾ വേവിച്ച് വെച്ച മാഗി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളതിലേക്ക് 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് അരിച്ച് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി വേപ്പലും മല്ലിയിലും ഇല്ലാന്ന് കരുതിയിട്ടും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് വേപ്പലയുടെയും മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ഒരു കഴിക്കാൻ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയം ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുപോലെ ഉപ്പും ഇട്ടിട്ടില്ല. ഉപ്പ് നമ്മൾ മാഗി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ റവയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ വെജിറ്റബിൾസും അതുപോലെ മാഗിയും കൂടെ മിക്സ് ചെയ്തെടുത്തില്ലേ, അങ്ങനെ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഫസ്റ്റിലെ തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കരുത്. ജസ്റ്റ് ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കുഴച്ചതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. സവോളയ്ക്കും ക്യാബേജിനും ഒക്കെ ഒരു ജലാംശം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കതിൽ വെള്ളത്തിൻ്റെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിവടക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ല. പിന്നെ കടലമാവ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ മാറും, ടേസ്റ്റും മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലാണ് നമ്മൾ ഇതിനെ കുഴച്ചെടുത്തിട്ട് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന്
ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തേക്കാണ്. അങ്ങനെ ഒരു ഷേപ്പ് എന്നൊന്നുമില്ല ഇതിന്. ഇനി വലിയ ഷേപ്പ് വലുതാക്കിയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നോർമലി സാധാരണ വടകളൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടുക. പിന്നെ ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. കാരണം നമ്മുടെ മാഗി മാത്രമാണ് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ക്യാബേജും അതുപോലെ കടലമാവും ഒക്കെ ഒന്ന് കുക്കായി കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ, ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതല്ലാന്ന് വെച്ചെങ്കിൽ നമുക്ക് കടലമാവ് വേവാത്ത ബുദ്ധിമുട്ട് വരും. പിന്നെ കടലമാവ് കൂടുതലായി കഴിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസമായിരിക്കും കേട്ടോ. ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തത്രയും മാഗിയുടെ ഒരു അളവിലേക്ക് നിങ്ങളൊരു 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ മാഗി വട അവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒരു മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് കോരി മാറ്റിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാഗിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വേറുള്ളതല്ലേ. മാഗി വെച്ചിട്ട് നമ്മൾ ന്യൂഡിൽസാണ് കൂടുതലായിട്ടും ട്രൈ ചെയ്യാറുള്ളത്. ഇങ്ങനൊരു റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.